എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 5 അപ്പവും 2 മീനും. മാനുഷികമായി ചിന്തിക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ അതൊരു പരിഹാസം പോലെയാണ്. എന്നാൽ ഈശോയുടെ മുമ്പിൽ കുറവ് എന്നൊന്നില്ല. അവിടുന്ന് നോക്കുന്നത് അളവല്ല, ഹൃദയസന്നദ്ധതയും സമർപ്പണവുമാണ്. തമ്പുരാന്റെ സമൃദ്ധിയുടെ നിറവ് സൂചിപ്പിക്കുകയാണ് ഈ വചനം. അവൻ നമുക്ക് മാത്രമല്ല, നമ്മിലൂടെ മറ്റുള്ളവരിലേക്കും അനുഗ്രഹമായി നിറയുന്നു. തമ്പുരാന്റെ മുമ്പിൽ നാം തകർന്നു നിൽക്കുന്ന അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്. പക്ഷെ പിളർന്നു പോയ നമ്മെ അവൻ തൻ്റെ കൈകളാൽ പുതുതാക്കി ഒന്നായി ചേർത്ത് സമ്പൂർണരാക്കുന്നു. ആമേൻ. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 5 അപ്പവും 2 മീനും. മാനുഷികമായി ചിന്തിക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ അതൊരു പരിഹാസം പോലെയാണ്. എന്നാൽ ഈശോയുടെ മുമ്പിൽ കുറവ് എന്നൊന്നില്ല. അവിടുന്ന് നോക്കുന്നത് അളവല്ല, ഹൃദയസന്നദ്ധതയും സമർപ്പണവുമാണ്. തമ്പുരാന്റെ സമൃദ്ധിയുടെ നിറവ് സൂചിപ്പിക്കുകയാണ് ഈ വചനം. അവൻ നമുക്ക് മാത്രമല്ല, നമ്മിലൂടെ മറ്റുള്ളവരിലേക്കും അനുഗ്രഹമായി നിറയുന്നു. തമ്പുരാന്റെ മുമ്പിൽ നാം തകർന്നു നിൽക്കുന്ന അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്. പക്ഷെ പിളർന്നു പോയ നമ്മെ അവൻ തൻ്റെ കൈകളാൽ പുതുതാക്കി ഒന്നായി ചേർത്ത് സമ്പൂർണരാക്കുന്നു. ആമേൻ.